റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുമെന്ന് നരേന്ദ്രമോദിജി പറഞ്ഞു. ഇതാ വന്നു. ഇനി ശശി തരൂർ എം പി BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ഭരണത്തിൻ്റെ നല്ല മുഖമായി മാറുമെന്ന് മോദി പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ അക്കാര്യത്തിൽ പരസ്യമായ പ്രഖ്യാപനവും ഉണ്ടായേക്കും. തരൂരും വരും വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ. ന്യൂഡൽഹിയിലെ ഏറ്റവും പുതിയ വാർത്ത ഇതാണ്. രാഹുൽ ഗാന്ധിയെ വീണ്ടും മോദിജി തേച്ചെന്നു. പുത്തിനെ ഒരു നോക്ക് കാണാനുള്ള അവസാനത്തെ രാഹുൽ ഗാന്ധിയുടെ ശ്രമത്തിലും മോദിജി മണ്ണ് വാരിയിട്ടു എന്നാണ് ഇപ്പോൾ കോൺഗ്രസുകാർ അടക്കം പറയുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുതിന് രാഷ്ട്രപതി ഒരുക്കുന്ന അത്താഴ വിരുന്നിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ക്ഷണമില്ല. എന്നാൽ നമ്മുടെ വിശ്വപൗരൻ തരൂരിന് ഹാർദവമായ ക്ഷണമുണ്ട്. അതിന് കാരണമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ തങ്ങളുടെ സൈനിക നടപടി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത് ആ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിരുന്നു. അതിന് പിന്നിലെ ശക്തമായ വിശദീകരണ ഭാഷയും നയതന്ത്ര പാഠവുമൊക്കെ ശശി തരൂരിൻ്റേത് കൂടിയായിരുന്നു. ഒരാവശ്യം വന്നപ്പോൾ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഭാരതത്തിൻ്റെ ഒരു MP എന്ന നിലയിൽ BJPക്ക് വേണ്ടിയല്ല രാജ്യത്തിന് വേണ്ടി നിലപാട് വിശദീകരിക്കാൻ തരൂർ കാട്ടിയ ആ ആർജവമുണ്ടല്ലോ, അതിനാണ് പുതിനുമൊത്തുള്ള അത്താഴ വിരുന്നിൽ ക്ഷണിച്ചതിലൂടെ തരൂരിന് കിട്ടിയ ആ അംഗീകാരം. റഷ്യൻ നയതന്ത്രവുമായുള്ള ശശി തരൂരിൻ്റെ ദീർഘകാല ബന്ധമാണ് അദ്ദേഹത്തെ ക്ഷണിക്കാൻ കേന്ദ്ര സർക്കാർ പറയുന്ന മറ്റൊരു കാരണം. 2 ദിവസത്തെ സന്ദർശനത്തിന് ഭാരതത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരുക്കുന്ന ഔദ്യോഗിക അത്താഴ വിരുന്നിലേക്കാണ് കോൺഗ്രസ് MP ശശി തരൂർ അങ്ങനെ തന്റെ ക്ഷണം ഉറപ്പാക്കിയത്. അതേസമയം കഷ്ടമെന്ന് പറയട്ടെ, ഏതൊരവസരം കിട്ടിയാലും ഭാരതത്തെ ലോകത്തിനു മുന്നിൽ താറടിച്ചു കാട്ടാൻ മത്സരിക്കുന്ന ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ആ അത്താഴ വിരുന്നിലേക്കുള്ള ക്ഷണം ലഭിച്ചിട്ടേയില്ല. ശനിയാഴ്ച വൈകുന്നേരമാണ് രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റിനായി രാഷ്ട്രപതി ഔദ്യോഗിക വിരുന്ന് സംഘടിപ്പിക്കുന്നത്. രാജ്യം സന്ദർശിക്കുന്ന രാഷ്ട്രത്തലവന്മാർക്ക് രാഷ്ട്രപതി ഭവനിൽ ചടങ്ങുകളോടെ അത്താഴ വിരുന്ന് നൽകി ആദരിക്കുന്നത് ദീർഘകാല പാരമ്പര്യമാണ്. അതിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിക്കുക എന്നതും ഭാരതത്തിലെ ഓരോ പ്രമുഖരെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ കാര്യവുമാണ്. തനിക്ക് അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചതായും ആ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ശശി തരൂർ MP പ്രതികരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കൾക്ക് ക്ഷണമില്ലാത്തതിനെക്കുറിച്ച് തനിക്കറിയില്ല, ക്ഷണം നൽകിയതിലെ അടിസ്ഥാനം എന്താണെന്നും തനിക്കറിയില്ല എന്നാണ് വളരെ വ്യക്തമായി തരൂർ മറുപടി നൽകിയത്. എന്തായാലും തനിക്ക് ക്ഷണം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് ഇപ്പോൾ തരൂർ പറഞ്ഞു വയ്ക്കുന്ന ഒരൊറ്റ വാക്ക്.